മറ്റൊരു ക്രെയിനും കൂടി കൊണ്ടുവന്ന് ഇപ്പോൾ 2 ക്രെയിനുകൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ ഡ്രഡ്ജറിലുള്ള ക്രെയിൻ അല്ലാതെ മറ്റ് 2 ക്രെയിൻ കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്യാബിൻ ഉയർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നടപടികൾ വൈകാതെ തന്നെ നേരത്തെ തന്നെ ക്രെയിനുകൾ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് ഏതായാലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. മറ്റൊരു ക്രെയിൻ കൂടി എത്തിച്ച് 2 ക്രെയിൻ അവിടെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഭാഗങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്ന നടപടികൾ അവിടെ പോവുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും മുന്നിലേക്ക് പോകുന്നുണ്ട്. സാരംഗം കൂടി തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സാരംഗം പറയൂ. പൂജ, ഇപ്പോൾ പ്രധാനമായും എന്താണ് ഇനി ശാസ്ത്രീയ പരിശോധനയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിലയിരുത്തലുകളും ചർച്ചകളിലേക്കുമൊക്കെ തന്നെയാണ് പോകാനുള്ളത്. ഇപ്പോൾ എന്തായാലും ലോറിയുടെ ക്യാബിനകത്ത് നിന്നും അതിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. ഇനി മുന്നോട്ടേക്ക് ഇനിയിപ്പോൾ മംഗളൂരുവിലെ റീജിയണൽ ലബോറട്ടറിയിലായിരിക്കും, ഫോറൻസിക് ലബോറട്ടറിയിലായിരിക്കും ഇനി പരിശോധനകളൊക്കെ തന്നെ നടക്കുക. ഇനി എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണാം, നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. ഇത്തരത്തിൽ നേരത്തെ മണ്ണിടിച്ചിലിനോട് അനുബന്ധിച്ച് പുഴയുടെ നടുക്ക് രൂപപ്പെട്ട ആ മണൽക്കൂനകളുടെ പരിസര പ്രദേശങ്ങളിലാണ് ഇപ്പോൾ അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു ഡങ്കി ബോട്ടിലാണത്. അത് ഇനി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും. അതിന് തൊട്ട് പിന്നാലെ തന്നെയായിരിക്കും ഇതിപ്പോൾ പിന്നീട് കരയിലേക്ക് എത്തിച്ചായിരിക്കും മംഗലാപുരത്തേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുക. ഇപ്പോൾ ലോറിയുടെ ഭാഗങ്ങൾ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ട്രെയിൻ എത്തിച്ചിരിക്കുന്നത് കാരണം വലിയ ഭാരമുള്ളൊരു ഭാഗം തന്നെയാണ്. ലോറിയുടെ ഒരു 3/4 ഭാഗവും അങ്ങനെ തന്നെ കിടക്കുന്നതാണ്. ക്യാബിൻ തകർന്നു പോയെങ്കിലും വാഹനത്തിന് ചേസിസ് അടക്കമുള്ള ഭാഗം ഇപ്പോഴും പൂർണ്ണമായി നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ഭാഗം എങ്ങനെ കരക്കെത്തിക്കാൻ സാധിക്കുമെന്നതിന് ശ്രമം തന്നെയാണ് ഇനി പ്രധാനമായും നിർണായകമായി മാറുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്ന വലിയൊരു ചോദ്യചിഹ്നമായി നിന്നിരുന്ന ആ ഒരു സംശയങ്ങൾക്ക് ഇപ്പോൾ വലിയ ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു, വാഹനത്തിന്റെ ഭാഗങ്ങൾ ലഭിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഒരു മിഷൻ അർജുൻ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. മാത്രമല്ല ഇനി വലിയ ഒരു സംശയം മുനയിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി എന്താവും ലോകേഷിന്റെയും ജഗന്നാഥിന്റെയും തിരച്ചിൽ എന്നുള്ള കാര്യം. ഇനി അത് എത്രത്തോളം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നത് ഇനി ഒരുപക്ഷെ ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയ തലവേദനയായിരിക്കും. കാരണം ഒരുപക്ഷെ അർജുന്റെ മൃതദേഹം വാഹനത്തിന്റെ ക്യാബിനകത്ത് ഉണ്ടായേക്കാം എന്നുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഡ്രഡ്ജർ ബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ ഇവിടെ നടത്തേണ്ടി വന്നത്. അതിൽ തന്നെയാണ് ഇപ്പോൾ ആ ഒരു മിഷനെ ഒടുവിൽ വിജയം കാണുന്നതും. ഇതിനൊരു വിജയം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം നമുക്കുണ്ട്. പക്ഷേ ആ കുടുംബത്തിന് ആശ്വാസം നൽകാനുള്ള ഒരു നീക്കം ഇപ്പോൾ അതിന്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു. കുടുംബത്തിന് ആശ്വാസം നൽകാനായിരിക്കുന്നു, അവരുടെ സംശയങ്ങൾക്ക് ഒരു ദൂരീകരണം നടത്താൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നത് ഏറെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പൂജ. ശരിയാണ്, നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സാരംഗ, ഒരു കാര്യം കൂടി, നമ്മൾ അർജുനെ കുറിച്ച് ഇത്രയും നേരം സംസാരിച്ചു. ഈ മറ്റ് 2 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ, ആ ദൗത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം അല്പസമയം മുമ്പ് MLA പറയുന്നുണ്ടായിരുന്നു അവർക്ക് വേണ്ടി കൂടിയുള്ള തിരച്ചിലാണ് ഇത് എന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷേ നാളെയും മറ്റന്നാളും ഒക്കെ തിരച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ടല്ലേ? പൂജ, ഇനി നാളെയും മറ്റന്നാളും സമാനമായ രീതിയിൽ ഫുൾ സ്വിംഗിൽ തിരച്ചിൽ ഇവിടെ തുടരുമെന്ന് തന്നെയാണ് കാർവാർ MLA നമുക്കൊക്കെ തന്നെ ഉറപ്പ് നൽകുന്നത്. മാധ്യമങ്ങൾ ഈ മിഷനിടയിൽ വഹിച്ച പങ്കിനെ കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം പലതവണ വാചാലനായിരുന്നു. ഇന്നും അത് ആവർത്തിച്ചിരുന്നു. കാരണം മാധ്യമങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടായതുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന് ഈ മിഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. മാത്രമല്ല പോരായ്മകൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ